ഹായ് ഹലോ വീണ്ടും മാതാവിൻ്റെ സ്റ്റോറി തന്നെയാണ് കേട്ടോ. നമ്മൾ മാതാവിൻ്റെ രഹസ്യകാലം കണ്ടു. അതിനുശേഷം നമ്മൾ വിവാഹ നിശ്ചയം കണ്ടു. ആ വിവാഹ നിശ്ചയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു സ്റ്റോറിയും കൂടി അതിലുണ്ട്. അതും കൂടിയും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. 14 വയസ്സായപ്പോഴാണ് നമ്മുടെ മാതാവിനെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയത്. അത് അവര് യഹൂദന്മാരുടെ ദേവാലയത്തിലാണല്ലോ അത്രയും വർഷം ജീവിച്ചിരുന്നത്. അങ്ങനെ യഹൂദന്മാര് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ മാതാവിനെ വിവാഹത്തിന് നിശ്ചയിക്കേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു തുടങ്ങിയത്. മാതാവിന്റെ കൂടെ അന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് 7 സഹോദരിമാര് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവും ആ 7 സഹോദരിമാരും ഒരുമിച്ചാണ് വിവാഹ നിശ്ചയത്തിന് തയ്യാറായത്. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഇപ്പൊ ഏത് വംശത്തിൽപ്പെട്ട ആളാണോ, ഇപ്പൊ മാതാവ് ദാവീദ് വംശത്തിൽപ്പെട്ടതായതുകൊണ്ട് ആ ദാവീദ് വംശത്തിൽപ്പെട്ട ആളുമായിട്ട് തന്നെയാണ് വിവാഹം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ മാതാവിന്റെ ആ ഒരു സമയമായപ്പോൾ ദാവീദ് വംശത്തിൽപ്പെട്ട എല്ലാവരെയും അറിയിച്ചു, ഇങ്ങനെ വിവാഹം നിശ്ചയിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ദേവാലയത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ ഔസപിതാവും വന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ക്ഷണം സ്വീകരിച്ച്. അങ്ങനെ മാതാവും മറ്റെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഈ അതിന് വരുന്ന സമയത്ത് ഈ എല്ലാ പുരുഷന്മാരുടെ കയ്യിലും ഒലിവ് ചെടിയുടെ കൊമ്പുണ്ടായിരിക്കണം. അതാണ് അവരുടെ ഒരു സൈൻ. അപ്പോൾ എല്ലാവരും വരുമ്പോ ഈ ഒലിവ് ചെടിയുടെ ശിഖരം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മാതാവിനെ നെറുക്കിട്ട് കിട്ടിയത് ഔസപിതാവിനെ ആയിരുന്നു കേട്ടോ. ഔസപിതാവ് ഈ ഒലിവ് ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു പ്രാവ്, പരിശുദ്ധാത്മാവായിരിക്കാം, ഒരു പ്രാവ് വന്നിട്ട് ആ ഒലിവ് ശിഖിരത്തിന്റെ മേലെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ അത് പൂവിട്ടു. നല്ല ഇലയും പൂക്കളൊക്കെ വന്നു. അപ്പോഴേ ഔസപിതാവിന് മനസ്സിലായി ഇതൊരു നല്ലൊരു തുടക്കം തന്നെയാണ്, ഇതൊരു എന്തോ ഒരു ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മുടെ ഔസപിതാവ് എന്ത് ചെയ്തത്, മാതാവിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതും അവിടെ വെച്ച് വിവാഹ നിശ്ചയം നടത്തുന്നതും. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ പറയാം ബാക്കി കാര്യം. ബോറടിക്കുന്നില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.